എല്ലാവർക്കും റിഡക്റ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയൊരു പ്ലേലിസ്റ്റ് തുടങ്ങിയാണ് നമ്മുടെ ചാനലിൽ, ഡിബങ്കിങ് ക്യാപിറ്റലിസ്റ്റ് മിത്സ്. ഈ സീരീസിൽ ക്യാപിറ്റലിസത്തെ പറ്റിയുള്ള പൊതുവായിട്ടുള്ള ചില മിത്തുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു മിത്താണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത്. അപ്പം ഇന്ന് നമ്മളെടുക്കുന്ന വിഷയം എന്ന് പറയുന്നത് ക്യാപിറ്റലിസമാണ് ഈ ഇന്നോവേഷനെ ഡ്രൈവ് ചെയ്യുന്ന എന്നൊരു മിത്താണ്. അതായത് ഇന്നോവേഷൻ വേണമെങ്കിൽ ക്യാപിറ്റലിസം വേണം, ആൻഡ് ക്യാപിറ്റലിസമാണ് ഈ ഇന്നോവേഷനെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഫിറ്റ് ഡ്രിവൺ ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അപ്പോൾ പ്രോഫിറ്റ് ഡ്രിവൺ ആയ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ കമ്പനികൾക്ക് ഈ ആളുകളുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഇന്നോവേറ്റ് ചെയ്യാൻ ഫോഴ്സ് ചെയ്യപ്പെടുന്നു. ആളുകളുടെ ആവശ്യങ്ങൾക്കനുസൃതമായിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ അവർ ഫോഴ്സ് ചെയ്യപ്പെടുന്നു. ആൻഡ് മത്സര ബുദ്ധിയോടുകൂടി ഒരുപാട് കമ്പനികൾ ഈ പ്രോഫിറ്റ് സീക്കിംഗ് മെക്കാനിസത്തിൽ അല്ലെങ്കിൽ ഈ പ്രോഫിറ്റ് സീക്കിംഗ് സിസ്റ്റത്തിൽ മത്സരിക്കുമ്പോൾ ഇന്നോവേഷൻസ് ഡ്രൈവ് ചെയ്യുന്നു. ഇതാണ് ഒരു കോമൺ ആയിട്ടുള്ളൊരു ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആർഗ്യുമെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത്, ടെക്നോളജിക്കലി മുമ്പോട്ട് നയിക്കുന്നത് എന്ന് പറയുന്നത് ഈ പ്രോഫിറ്റ് മോട്ടീവാണ്. അപ്പോൾ കേൾക്കുമ്പോൾ വളരെ ലളിതമായിട്ടും വളരെ സിമ്പിളായിട്ടുള്ളൊരു ആർഗ്യുമെൻ്റാണ്. ഇതിനെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഇന്നോവേഷൻ എന്ന പ്രോസസ്സാണ്. ഈ ഇന്നോവേഷൻ എന്ന പ്രോസസ്സ് എങ്ങനെ നടക്കുന്നു എന്ന് നമ്മൾ വിശദമായിട്ട് പഠിക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു ആർഗ്യുമെൻറ്റിന് യാതൊരു അർത്ഥമില്ല എന്ന് മനസ്സിലാവുക. ഇതിൻ്റെ വസ്തുത എന്താണ്, അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നോവേഷൻ എന്ന് പറയുന്ന സംഭവം അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് പ്രോഫിറ്റബിൾ അല്ല എന്നതാണ്. അത് ലാഭകരമല്ലെന്ന് മാത്രമല്ല, ഫോർ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഈ ഇന്നോവേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ഇന്നോവേഷനിലേക്ക് നയിക്കുന്ന പ്രോസസ്സുകൾ നിങ്ങൾ നോക്കുമ്പോൾ അതൊരു ലോസ് ഇൻകറിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അത് നഷ്ടം സഹിക്കേണ്ട ഒരു പ്രോസസ്സാണ്. ഈ സയൻറ്റിഫിക് റിസർച്ച് അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ഈ ഒരു പുരോഗതി അല്ലെങ്കിൽ റിസർച്ച് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ പോകുന്നതല്ല. അതായത് നമ്മളിത് കണ്ടുപിടിച്ചു, പിന്നെ അത് കണ്ടുപിടിച്ചു, അങ്ങനെ പെട്ടെന്ന് ചടപടപടയും നടക്കുന്ന കാര്യമല്ല. മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു ദിവസം പെട്ടെന്ന് റിസർച്ചേഴ്സ് ഒന്നും കണ്ടുപിടിക്കുകയും ചെയ്യാറില്ല. ആൻഡ് നിങ്ങൾ ശാസ്ത്രം നോക്കുവാണെങ്കിൽ, നിങ്ങൾ ശാസ്ത്ര പഠന പേപ്പറുകളൊക്കെ നോക്കുവാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ റിസർച്ച് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റബിൾ പ്രൊഡക്റ്റ് ആയിട്ട് അത് മെറ്റീരിയലൈസ് ആവാറില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റേ ഉണ്ടാക്കത്തില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂരിഭാഗം ടൈമിലും ഈ റിസർച്ച് എന്ന് പറയുന്നത് പലപ്പോഴും പാർഷ്യൽ ഇൻസൈറ്റ്സ് തരുന്നു, അല്ലെങ്കിൽ അത് ഫെയിലിയർ ആണ്, അല്ലെങ്കിൽ അത് ഡെഡ് എൻഡിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ അത് പുതിയ ചില അൺആൻസറബിൾ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസിലേക്ക് നയിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് പലപ്പോഴും ഈ റിസർച്ചുകൾ നയിക്കുന്നത്. പക്ഷെ അതിൻ്റെ അർത്ഥം സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്ക് ഇത്തരം റിസർച്ചുകൾ യൂസ്ലെസ് ആണെന്നല്ല. ഇങ്ങനെയുള്ള എല്ലാ അറിവുകളും ഉപയോഗിച്ച് തന്നെയാണ് നമുക്ക് ഒരു പുതിയ ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ മാർക്കറ്റബിൾ പ്രോഡക്റ്റിലേക്ക് നയിക്കുന്ന റിസർച്ചുകൾക്ക് ഇത്തരം അറിവുകൾ വളരെ അനിവാര്യമാണ്. ഇങ്ങനെ പതിറ്റാണ്ടുകളോളം ഉള്ള ഈ ഡെഡ് എൻഡിലേക്കും അല്ലെങ്കിൽ പുതിയ ചോദ്യങ്ങളിലേക്കും അല്ലെങ്കിൽ ഫെയിലിയറിലേക്കൊക്കെ നടത്തിയ റിസർച്ചുകളുടെ പുറത്താണ് നമുക്ക് വലിയ വലിയ സയൻറ്റിഫിക് ബ്രേക്ക് ത്രൂകളൊക്കെ കിട്ടുക. അപ്പം സയൻസിൻ്റെ ഒരു പേർവ്യൂയിലൂടെ നോക്കുമ്പോൾ, അറിവിൻ്റെ ഒരു ലെൻസിലൂടെ നോക്കുമ്പോൾ ഇത്തരം ഡെഡ് എൻഡിലെത്തുന്ന റിസർച്ചുകൾ വേസ്റ്റ് അല്ല. പക്ഷെ ഒരു ക്യാപിറ്റലിസ്റ്റ് ലോജിക്ക് ഇത് വേസ്റ്റാണ്, കാരണം അത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നില്ല. ഫേംസ് അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് ഫേംസ് ലാഭത്തിൻ്റെ പുറകെ ഓടുമ്പോൾ ആണ് ഈ സയൻറ്റിഫിക് ഇന്നോവേഷൻ ഉണ്ടാകുന്നത് എന്ന് പറയുന്നവർ ബേസിക്കലി ഈ സയൻറ്റിഫിക് റിസർച്ച് എങ്ങനെ നടക്കുമെന്ന പ്രോസസ്സിനെ ഇഗ്നോർ ചെയ്യണം. അവരൊരു ഫണ്ടമെൻ്റൽ ഈ സയൻസിൻ്റെ ഇന്നോവേഷൻ പ്രോസസ്സിലും ഈ ക്യാപിറ്റലിസത്തിൻ്റെ ലോജിക്കും തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷൻ അവർ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. എന്താണ് കോൺട്രഡിക്ഷൻ? ഏത് പ്രോസസ്സിലൂടെയാണോ ഇന്നോവേഷൻ ഉണ്ടാകുന്നത് ആ പ്രോസസ്സ് ഇറ്റ്സെൽഫ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിന് വിരുദ്ധമാണ്. ഈ സയൻറ്റിഫിക് ഇന്നോവേഷൻ നടത്തുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ലാഭകരമല്ല, നഷ്ടം ഉണ്ടാക്കാതെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു എൻഡീവറിലേക്ക് നയിക്കാനാണ് ക്യാപിറ്റലിസം പറയുന്നത്. അപ്പോൾ ഈ ക്യാപിറ്റലിസം ബൈ പ്രിൻസിപ്പിൾ തന്നെ ഈ ഇന്നോവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സുമായിട്ട് കോൺട്രഡിക്ടറി ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് തിയറിറ്റിക്കലി മാത്രമല്ല, ഇൻ പ്രാക്ടീസ് പോലും നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് എൻറ്റിറ്റിക്ക് എൻഡ്ലെസ് ആയിട്ട് അവരുടെ ഈ പ്രൈവറ്റ് ക്യാപിറ്റൽ ഇതിലിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ഒരു റിസർച്ച് പ്രോസസ്സിൽ അനന്തമായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം പല റിസർച്ചും അൺസേർട്ടൺ ആണ്, അതിന് പലപ്പോഴും വർഷങ്ങളെടുക്കും, അത് പ്രോഫിറ്റബിൾ ആവുമോ ഇല്ലയോ എന്ന് യാതൊരു ഉറപ്പുമില്ല. അങ്ങനത്തെ ഒരു സംഭവമാണ്. മാത്രമല്ല പല റിസർച്ചുകൾ ആ ഫേമിൻ്റെ തന്നെ എക്സിസ്റ്റൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു ഫേം ഇങ്ങനെയുള്ള അൺസേർട്ടൺ റിസർച്ചിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചു, ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള മറ്റ് ഫേംസിന് ഷോർട്ട് ടേം പ്രോഫിറ്റ്സിന് മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് അമാസ് ചെയ്ത് ഇവരെ ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഞാൻ ക്യാപിറ്റലിസ്റ്റ് ലോജിക്കിൽ ഈ മത്സരത്തിൽ പ്രോഫിറ്റബിൾ ആവുന്ന എൻറ്റിറ്റീസാണ് കൂടുതൽ വിജയിക്കുക. ഇവരുടെ ഒരു ലോജിക്ക് പ്രകാരം വിജയിക്കുന്ന കമ്പനികൾ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന കമ്പനികൾ. അപ്പോൾ പലപ്പോഴും ഈ ലോങ് ടേം ആയിട്ടുള്ള ലോസുകൾ സഹിച്ച് ഒരു ബ്രേക്ക് ത്രൂയ്ക്ക് വെയിറ്റ് ചെയ്യുന്നതിലും പലപ്പോഴും ഈസിയർ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം പ്രോഫിറ്റ്സിൻ്റെ പുറകെ പോവുക എന്നതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പോവുക എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും പല കമ്പനികൾക്കും ഈ ലോങ് ടേം റിസർച്ചിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നത് വയബിൾ അല്ല, സിസ്റ്റം അനുവദിക്കുന്ന ഒരു സംഭവമല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്തെങ്കിലും ഒരു മൈനോറിറ്റി കേസ് എന്തോ ഒരു വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടാക്കി നിങ്ങൾ കോടീശ്വരാവില്ല എന്നല്ല. പക്ഷേ നിങ്ങളൊരു വലിയ സ്കെയിലിൽ ഈ ഒരു R&D അല്ലെങ്കിൽ റിസർച്ച് എന്നുള്ള കാര്യം നോക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഈ ഡെഡ് എൻഡിലാണ് നിങ്ങൾ എത്തുന്നത്. അപ്പോൾ നിങ്ങൾ നഷ്ടം സഹിച്ച് നിങ്ങളുടെ എക്സിസ്റ്റൻസ് തന്നെ ഇല്ലാതായി പോകാനുള്ള ഒരു സാധ്യതയാണ് ക്യാപിറ്റലിസം ഉണ്ടാക്കുക. പക്ഷേ സയൻസിൻ്റെ പെർസ്പെക്റ്റീവിലൂടെ ഇത് ചിലപ്പം പ്രോഫിറ്റബിൾ അല്ലായിരിക്കും, ബട്ട് ഇത് അറിവിന് അത്യാവശ്യമായിട്ടൊരു ഘടകമാണ്. സമൂഹത്തിന് അറിവ് നേടാനും പുതിയ ബ്രേക്ക് ത്രൂയിലേക്ക് നയിക്കാനുമുള്ള വളരെ അഭിവാജ്യമായിട്ടുള്ളൊരു ഘടകമാണ് ഇത്തരം റിസർച്ചുകൾ എന്ന് പറയുന്നത്. പലപ്പോഴും അത്തരം റിസർച്ചുകളാണ് വലിയ ഇന്നോവേഷൻ്റെ ഫൗണ്ടേഷനിൽ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫാക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ചരിത്രപരമായിട്ട് തന്നെ സയൻറ്റിഫിക് റിസർച്ച്, ഈ കട്ടിംഗ് എഡ്ജ് റിസർച്ച് എന്ന് പറയുന്ന സംഭവങ്ങൾ എപ്പോഴും പബ്ലിക്ലി ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസിൽ ചരിത്രപരമായിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് യൂണിവേഴ്സിറ്റികളാകാം, പബ്ലിക് ഫണ്ടഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആകാം, നാസ പോലുള്ള അവരുടെ ദേശീയപരമായിട്ട് തന്നെ നമ്മളുണ്ടാക്കുന്ന നാസ, ISRO പോലുള്ള സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻസിലാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പബ്ലിക് ഏജൻസീസിലാകാം. ചരിത്രപരമായിട്ട് തന്നെ ഇവരാണ് റിസർച്ച് ലീഡ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം ഈ ഒരു ലോജിക്കാണ്. കാരണം ഈ റിസർച്ച് എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റബിൾ എൻഡേവർ അല്ല. നിങ്ങൾ എവിടെയും കേട്ടുണ്ടോ ISRO നഷ്ടമാണ്, അല്ലെങ്കിൽ ISROയുടെ ഈ ഒരു റിസർച്ച് നഷ്ടമാണ്, അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള ഡിസ്കഷൻസ് നടക്കാറില്ല. കാരണം ഈ ISROനെ ഡ്രൈവ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ല, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും സയൻറ്റിഫിക് ബ്രേക്ക് ത്രൂ ഒക്കെയാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ക്യാപിറ്റലിസ്റ്റ് ഫേമിൽ അൾട്ടിമേറ്റ്ലി അവർ എത്ര റിസർച്ച് ചെയ്താലും അൾട്ടിമേറ്റ്ലി അവർ നോക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പബ്ലിക് എൻറ്റിറ്റീസിനും പബ്ലിക് ഏജൻസീസിനും ക്യാപിറ്റലിസ്റ്റുകൾ എടുക്കുന്നതിനേക്കാട്ടിലും 10 മടങ്ങ് റിസ്ക് എടുക്കാൻ പറ്റും. ക്യാപിറ്റലിസ്റ്റുകൾക്ക് അവരുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ പ്രോഫിറ്റ് പോകുന്ന ആ ഒരു ലെവൽ വരെയുള്ള റിസ്ക് എടുക്കാൻ പറ്റത്തുള്ളെങ്കിൽ പബ്ലിക് ഏജൻസീസിന് എപ്പോഴും ഇവരെക്കാട്ടും ഫാർ ഹയർ ലെവലിലുള്ള റിസ്ക് എടുക്കാൻ പറ്റും. ആൻഡ് ക്യാപിറ്റലിസ്റ്റുകൾക്ക് ഇത് നല്ലപോലെ അറിയാം, തങ്ങളെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടുന്ന പണിയല്ലെന്ന്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളിൽ പോലും അവരെന്താണ് ചെയ്യുന്നത്, ഈ റിസ്കിയർ ആയിട്ടുള്ള പണികൾ ഈ പബ്ലിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയും പബ്ലിക് റിസർച്ചിനും അങ്ങ് ഓഫ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്, അവരുടെ തലയിലാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഈ പൊതു ഫണ്ട് കൊണ്ട് നടക്കുന്ന റിസർച്ചുകളും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളും ഒക്കെ വളരെ കട്ടിങ് എഡ്ജ് ആയിട്ടുള്ള റിസർച്ച് ഉണ്ടാക്കിയതിന് ശേഷം ഏറ്റവും അവസാനം ഇവർ കോട്ട് സൂട്ട് ഇട്ട് വന്നിട്ട് ഞങ്ങൾ ഇനി ഇതിൽ നിന്ന് ലാഭം കൊയ്യാം എന്നൊരു നാണമില്ലാതെ പറഞ്ഞു വരുന്ന ഒരു വ്യവസ്ഥയാണ് ഈ ക്യാപിറ്റലിസ്റ്റ് രാജ്യത്ത് പോലും നിലനിൽക്കുന്നത്. നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മാർക്കറ്റബിൾ ആയിട്ടുള്ള ഫൈനൽ പ്രോഡക്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം ഫൗണ്ടേഷണൽ റിസർച്ച് ഇത്തരം പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഐഫോണിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയാം, നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ഐഫോണിൻ്റെ കോറായിട്ടുള്ള ടെക്നോളജി എല്ലാം തന്നെ ഫൗണ്ടേഷണൽ റിസർച്ച് നടത്തുന്നതും പലതും ഒരു വയബിൾ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുന്നതും ഈ പബ്ലിക് ഫണ്ടഡ് റിസർച്ചാണ്. അപ്പം ഈ ഒരു ആർഗ്യുമെൻ്റ് നമ്മൾ ക്യാപിറ്റലിസ്റ്റുകളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അവരുടെ വാദങ്ങൾ മാറ്റുന്ന ഒരു പ്രതിഭാസം നമുക്ക് കാണാൻ പറ്റും. അത് ഇത്രയും നാൾ അവർ ഈ ക്യാപിറ്റലിസമാണ് ഇന്നോവേഷനെ ഡ്രൈവ് ചെയ്യുന്നത്, ഇന്നോവേഷൻ ഉണ്ടാവണമെങ്കിൽ ക്യാപിറ്റലിസം വേണം, അല്ലെങ്കിൽ പ്രോഫിറ്റ് മോട്ടീവിന് വേണ്ടിയുള്ള പ്രോസസ്സിലൂടെ മാത്രമേ ഈ ഇന്നോവേഷൻ ഡ്രൈവ് ആവുകയുള്ളൂ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ അവരുടെ ആർഗ്യുമെൻറ്റ് മാറ്റം നമുക്ക് കാണാൻ പറ്റും. അവർ പെട്ടെന്നൊരു പുതിയ ആർഗ്യുമെൻ്റ് വയ്ക്കും. അതായത് അവർ പറയും, ശരിയാണ്, നിങ്ങൾ ഈ പറയുന്ന ഈ ഫൗണ്ടേഷണൽ റിസർച്ചസും അല്ലെങ്കിൽ ഈ കാണുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രോസസ്സൊക്കെ നടക്കുന്നത് ഈ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ പബ്ലിക് റിസർച്ച് സെൻറ്റേഴ്സിലോ ഒക്കെ തന്നെയാണ്, അത് ഞങ്ങൾ ഡിനൈ ചെയ്യുന്നില്ല. പക്ഷെ ഞങ്ങൾ പറയുന്നതല്ല, ഞങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലപ്പോഴും ഒരു ഐഡിയയോ അല്ലെങ്കിൽ പ്രൂഫ് ഓഫ് കോൺസെപ്റ്റോ മാത്രമായിട്ടേ നിൽക്കത്തുള്ളൂ, ഇതിനൊരു പ്രൊഡക്റ്റ് ആക്കണമെങ്കിൽ ക്യാപിറ്റലിസം വേണം. ഇത്തരം ഒരു ആർഗ്യുമെൻ്റ് ആയിരുന്നു നമ്മുടെ ഈ ഒരു ശാസ്ത്രജ്ഞനുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്നത്, ദിലീപ് മാമ്പള്ളി എന്നാണ് പേര്. പുള്ളി നമ്മുടെ കഴിഞ്ഞ ഐഫോൺ വീഡിയോയ്ക്ക് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പുള്ളി എഴുതിയൊരു സംഭവം ഇതാണ്, ഈ പ്രൂഫ് ഓഫ് കോൺസെപ്റ്റും ഐഡിയ ഒക്കെയാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ അത് പിന്നെ പ്രൊഡക്റ്റ് ആക്കണമെങ്കിൽ നമുക്ക് ക്യാപിറ്റലിസം വേണം, അതിന് പ്രോഫിറ്റ് മോട്ടീവ് വേണമെന്നാണ്. ഇത് ബേസിക്കലി ഇവർ പറഞ്ഞു വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് പണ്ടേ അറിയായിരുന്നു, പണ്ടേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ഞങ്ങളെ കൊണ്ട് ഇൻവെൻഷനൊന്നും പറ്റത്തില്ല, ഞങ്ങൾ പണ്ടേ പറഞ്ഞിരുന്നത് നിങ്ങളെല്ലാം നമുക്ക് ഇങ്ങനെ താലത്തിൽ കൊണ്ടു തന്നു കഴിഞ്ഞാൽ നമ്മളത് പ്രൊഡക്റ്റ് ആക്കും എന്നുള്ളതിൻ്റെ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് വേർഷനാണിത്.
അതായത് ഈ ഒരു മോഡിഫൈഡ് വാദപ്രകാരം ഒരു പബ്ലിക് ഫണ്ടഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ന് പറയുന്നത് അതിൽ ഒരു ഐഡിയ അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് മാത്രമേ എത്തത്തുള്ളൂ. അതൊരു യൂസബിൾ പ്രൊഡക്റ്റ് ആക്കി മാറ്റണമെങ്കിൽ ക്യാപിറ്റലിസം വേണം. അതിനെ ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് വലിയ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം, സ്കെയിൽ ചെയ്യണം, അല്ലെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം. ഇതിനൊക്കെ നമുക്ക് ഒരു പ്രൈവറ്റ് മോട്ടീവ് വേണം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് വേണം എന്നാണ്. ഈ ആർഗ്യുമെൻ്റ് എന്തെങ്കിലും രീതിയിൽ നിലനിൽക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല, ഇത് നിലനിൽക്കത്തില്ല. ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഇവർക്ക് എന്താണോ തെളിയിക്കേണ്ടത് അവർ തന്നെ അസ്യൂം ചെയ്തങ്ങ് തുടങ്ങുകയാണ്. ഇവർക്ക് തെളിയിക്കേണ്ടത് ഈ പ്രോഫിറ്റ് മോട്ടീവ് ഉണ്ടെങ്കിലേ ഇത് പ്രൊഡക്റ്റ് ആകത്തുള്ളൂ എന്നാണ് ഇവർക്ക് തെളിയിക്കേണ്ടത്. ആ തെളിയിക്കേണ്ട കാര്യം തന്നെ ഇവർ അസ്യൂം ചെയ്യുകയാണ്. ഈ ലോജിക്കൽ ഫാലസിയിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയും. നമ്മുടെ പ്രിമിസിൽ തന്നെ കൺക്ലൂഷൻ നമ്മൾ അസ്യൂം ചെയ്തങ്ങ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ. ഇത് മാത്രമല്ല, നമ്മളിന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു ഇന്നോവേഷൻ്റെ ഏറ്റവും റിസ്കിയർ പാർട്ടായിട്ടുള്ള റിസ്ക് ടേക്കിങ്ങും ലോസ് ഇൻകറിങ്ങുമായിട്ടുള്ള പ്രോസസ്സാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സയൻറ്റിഫിക് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സംഭവം. അപ്പോൾ ഏറ്റവും റിസ്കിയർ ഭാഗമായിട്ടുള്ള കാര്യങ്ങളും ഏറ്റവും ലോസ് ടേക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സും എൻകറേജ് ചെയ്യാൻ പറ്റുന്ന പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് ഇതിൻ്റെ ഫൈനൽ സംഭവങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോജിക്ക് എന്താണ്? അതായത് ഒരു പ്രോസസ്സിൻ്റെ ഏറ്റവും ടഫായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് അതിൻ്റെ മച്ച് ഈസിയർ അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രൈവറ്റ് മോട്ടീവുള്ള അല്ലെങ്കിൽ പ്രോഫിറ്റ് മോട്ടീവുള്ള എൻറ്റിറ്റീസ് വേണം എന്ന് പറഞ്ഞാൽ എന്ത് ന്യായമുള്ളത്? ഏറ്റവും അൺസർട്ടൺ ആയിട്ടുള്ള ഒരു ഭാഗം ചെയ്യാൻ പറ്റുന്ന എൻറ്റിറ്റിക്ക് അതിനേക്കാളും ലെസ് അൺസർട്ടനിറ്റി ഉള്ള ഭാഗം ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവർ വാദിക്കുന്നത്. മാത്രമല്ല ഈ ഒരു വാദം തന്നെ തെറ്റാണ്. അതായത് ഈ പ്രോട്ടോടൈപ്പും കോൺസെപ്റ്റും മാത്രമാണ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് എൻറ്റിറ്റീസ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഡാർപ്പ എന്ന് പറയുന്ന US-ൻ്റെ മിലിറ്ററി വിങ് ഉണ്ടാക്കുന്ന പല ഏർലി റിസർച്ചേഴ്സാണ് പിന്നെ പ്രൊഡക്റ്റ് ആവുന്നത്. ഇപ്പം ഐഫോണിൻ്റെ തന്നെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ GPS സിസ്റ്റം ആണെങ്കിലും ഇൻ്റർനെറ്റും ഒക്കെ ആണെങ്കിലും ഒരു ഐഡിയ ആയിട്ടോ പ്രോട്ടോടൈപ്പോ ആയിട്ടല്ല നിലനിന്നിരുന്നത്. അതൊരു ഫുള്ളി ഫങ്ഷണൽ പ്രൊഡക്റ്റ് തന്നെയായിരുന്നു. ഇപ്പോൾ GPS-ൻ്റെ ഒക്കെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ GPS ഒരു ഫുള്ളി ഫങ്ഷണൽ പ്രൊഡക്റ്റ് തന്നെയായിരുന്നു. അത് പബ്ലിക്കിന് തുറന്നു കൊടുത്തിട്ടില്ല എന്നൊരു ലിമിറ്റേഷൻ മാത്രമാണ് വെച്ചിരുന്നവർ. പബ്ലിക്കിന് അത് ഓപ്പൺ അല്ലായിരുന്നു എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അതൊരു ഫുള്ളി ഫങ്ഷണൽ പ്രൊഡക്റ്റ് ആയിട്ട് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു വാദം, അതായത് പ്രോട്ടോടൈപ്പിൽ മാത്രമേ ഗവൺമെൻറ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നത് തെറ്റാണ്. അത് നമ്മൾ ചുറ്റുവട്ടത്ത് നോക്കിയാൽ മതി. നമുക്ക് ഗവൺമെൻറ് തന്നെ പല രീതിയിലുള്ള സംഭവം USSR-ലുണ്ടായിരുന്നൊരു സംഭവമായിരുന്നു ആൾ ടൈം മൊബൈൽ ടെലിഫോൺ സിസ്റ്റം. അവർ USSR തന്നെ ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റാണ്. അത് എൻ പ്രോഡക്റ്റ് വരെ അവർ ഉണ്ടാക്കിയെടുത്തായിരുന്നു. നോക്കിയയുടെ മൊബൈൽ സെൽഫോൺ ഉണ്ടാക്കുന്നതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് USSR ഗവൺമെൻറ് അവിടെ മൊബൈൽ സെൽഫോൺസ് ഉണ്ടാക്കിയായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് യൂസബിൾ പ്രോഡക്റ്റ്, പ്രോട്ടോടൈപ്പ് അല്ലായിരുന്നു. ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിച്ചാൽ കിട്ടും. പക്ഷേ ഇത് പറ്റില്ല എന്ന് പറഞ്ഞതിന് യാതൊരു ന്യായീകരണവും ഇല്ല. ഇത് പറ്റുമെന്ന് നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവർ പറയണം ഇന്ന മേഖലകളിൽ ചില മേഖലകളിൽ പറ്റില്ല, അതിന് കാരണം ഇതാണെന്നൊക്കെയുള്ള എന്തെങ്കിലും ന്യായങ്ങളുണ്ടെങ്കിൽ അത് നിരത്തണം. അതൊന്നും അവർക്ക് നിരത്താൻ പറ്റത്തില്ല. കാരണം അതൊന്നും നിലനിൽക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും മറ്റ് റിസ്കിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഗവൺമെൻറ് എൻറ്റിറ്റിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരുമാതിരി നമുക്ക് ആനയെ വാങ്ങാം തോട്ടി വാങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു ലോജിക്ക് പോലാണിത്. ഇവർക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത് ഇത് ഈ റിസർച്ച് ചെയ്യുന്ന എൻറ്റിറ്റിയും പ്രൊഡക്ഷൻ ചെയ്യുന്ന എൻറ്റിറ്റിയും രണ്ടായിരിക്കണം എന്ന ലോജിക്കിലൊക്കെ ആണെങ്കിൽ ഈ പ്രൊഡക്ഷൻ ചെയ്യുന്ന എൻറ്റിറ്റി എന്തുകൊണ്ട് സ്റ്റേറ്റ് ആവാൻ പറ്റില്ല എന്നതിന് ഉത്തരവില്ല. ഇപ്പോൾ ചൈനയിൽ തന്നെ പലപ്പോഴും പ്രൊഡക്ഷൻ ചെയ്യുന്ന എൻറ്റിറ്റികൾ സ്റ്റേറ്റ് ഓൺഡ് എൻ്റർപ്രൈസുകളാണ്. ഫൈനൽ കമേഴ്ഷ്യലായിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത് ഈ സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് തന്നെയാണ്. പിന്നെ ചില രാജ്യങ്ങൾ പല കാരണങ്ങളാൽ, ചിലപ്പോൾ പ്രയോറിറ്റിയുടെ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നോളേജ് ഗ്യാപ്പ് ആയിരിക്കാം, അങ്ങനെയുള്ള പല കാരണങ്ങളാൽ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസിന് സർക്കാരുകൾ അത് ഏൽപ്പിക്കുന്നുണ്ട്. അവരതങ്ങനെ ചെയ്തോട്ടെ. അതങ്ങനെ ചെയ്യുന്നത് സോഷ്യലിസമായിട്ട് ഇൻകമ്പാറ്റബിൾ ഒന്നും ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അതായത് ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് പ്രൊഡക്റ്റൈസ് ചെയ്യുന്നു. പക്ഷേ ഇവർ പറയുന്നത് എന്താണ്? ഇത് ഇവരുണ്ടെങ്കിലേ, ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ എന്നാണ്. അതിനാണ് നമ്മൾ കാരണം ചോദിക്കുന്നത്. അതിനെന്ത് ന്യായമുള്ളത്? ഇപ്പോൾ സ്റ്റേറ്റിന് അതിനുള്ള റിസോഴ്സസ് ഉണ്ട്, സ്റ്റേറ്റിന് അതിനുള്ള നോളജ് ഉണ്ട്, സ്റ്റേറ്റിന് അതിനുള്ള ലേബർ ഫോഴ്സ് ഒക്കെ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെന്താ സ്റ്റേറ്റ് ചെയ്താൽ എന്താ കുഴപ്പം? സ്റ്റേറ്റിന് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനുള്ളതിന് എന്ത് ന്യായമുള്ളത്? ചരിത്രപരമായിട്ട് തന്നെ എത്ര തവണ ഈ സ്റ്റേറ്റ് ഇത് ചെയ്തിട്ടുണ്ട്, ഇന്നും അത് ചെയ്യുന്നുണ്ട്. ഞാനൊരു പോയിന്റ് പറയാൻ മറന്നുപോയി, അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പല ആളുകളും കരുതുന്നത് ഈ പ്രൈവറ്റ് ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സമൂഹത്തിൽ പ്രൈവറ്റ് ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ പിന്നെ അത് സോഷ്യലിസം അല്ല എന്നാണ്. അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ രാജ്യങ്ങൾ എവിടെയെങ്കിലും തരത്തിലുള്ള പ്രൈവറ്റ് ഓണർഷിപ്പുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചെന്നുണ്ടെങ്കിൽ അത് സോഷ്യലിസം അല്ല എന്നുള്ളതാണ്.
അപ്പോൾ അതൊക്കെ കൃത്യമായിട്ടുള്ള ഒരു അബദ്ധധാരണകളാണ്. നമുക്ക് വേണമെങ്കിൽ ഫ്യൂച്ചർ വീഡിയോയിൽ നമ്മളത് ക്ലാരിഫൈ ചെയ്യാം. ഈ വീഡിയോ എന്തായാലും അതിന് വേണ്ടി അല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ 2004 കാലഘട്ടത്തിൽ ചൈനയ്ക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഹൈ സ്പീഡ് റെയിൽ ടെക്നോളജിയോ അല്ലെങ്കിൽ നോളജോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അന്ന് ചൈന എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഇതിൻ്റെ വലിയ നോളജ് ജയൻ്റ് ആയിട്ടുള്ള കാവാസാക്കി എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയെ കൊണ്ട് ചൈനയിൽ ഹൈ സ്പീഡ് റെയിൽ പണിയിപ്പിച്ചു. എന്നാൽ അതോടൊപ്പം തന്നെ ചൈന വെച്ചൊരു കണ്ടീഷൻ ഇതായിരുന്നു, കവാസാക്കിയോട് പറഞ്ഞതായിരുന്നു, നിങ്ങളിത് ഇവിടെ പണിയുമ്പോൾ അതിൽ ഇവിടെയുള്ള സ്റ്റേറ്റ് എൻ്റർപ്രൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള ഒരു കമ്പനിയെ ഇതിൽ നിങ്ങളുടെ പണികളിൽ ഉൾപ്പെടുത്തണം എന്നൊരു കണ്ടീഷനായിരുന്നു വെച്ച്. ആൻഡ് നിങ്ങൾക്ക് നല്ല പ്രതിഫലം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ചൈന കൊണ്ടുവരുന്നു. അങ്ങനെ അവർ ഈ പ്രൈവറ്റ് കമ്പനിയെ കൊണ്ടാണ് അവിടെ ചൈനയിൽ ഈ ഹൈ സ്പീഡ് റെയിലുകൾ പണിയിപ്പിച്ചത്. 10 കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ടൈം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിൽ നിന്ന് നോളേജ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു സംഭവം നടത്തി ഈ ചൈനയിൽ തന്നെയുള്ള സ്റ്റേറ്റ് ഓൺഡ് കമ്പനികൾക്ക് ഈ ഹൈ സ്പീഡ് റെയിൽ നെറ്റ്വർക്കിൻ്റെ നോളജും ടെക്നോളജിയും അവർക്കുണ്ടാകുന്ന വ്യവസ്ഥ ഉണ്ടാക്കി. നൗ ചൈന ഈസ് ആക്ച്വലി എക്സ്പോർട്ടിങ് ദിസ് ഹൈ സ്പീഡ് റെയിൽ നെറ്റ്വർക്ക്. ചൈന ഈ ഹൈ സ്പീഡ് ട്രെയിൻ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു വിന്നറായിട്ടൊന്ന് വന്നു. 10 കൊല്ലം മുമ്പ് ഇവർക്ക് സ്വന്തമായിട്ട് ടെക്നോളജി പോലും ഇല്ലായിരുന്നു. അവിടെ നിന്ന് അവർ ഒരു ഒരു മാർക്കറ്റ് ലീഡറായിട്ട് തന്നെ അവർ ഇവോൾവ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ ഇതുമാതിരി തന്നെയുള്ള പ്രായോഗികപരമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രൈവറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസുമായിട്ട് സഹകരിക്കുന്നതോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതോ ഒന്നും തന്നെ സോഷ്യലിസത്തുമായിട്ട് വിരുദ്ധമായിട്ടുള്ള കാര്യമല്ല. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ചൈനയ്ക്ക് ആദ്യം ഈ നോളജ് അല്ലെങ്കിൽ ടെക്നോളജി ഇല്ലായിരുന്നു. അപ്പോൾ അവർ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് ചെയ്തു പ്രായോഗികപരമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചൈന എന്താ ചെയ്ത്? ചൈന അത് സ്വയം ചെയ്തു. ചൈന ഇപ്പം ഈ കവാസാക്കിയെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഹൈ സ്പീഡ് റെയിൽ അവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്, സ്റ്റേറ്റ് തീരുമാനിച്ച് അത് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, ചെയ്യാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല. ഇവർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്താണ് ഈ പ്രൈവറ്റ് എൻ്റർപ്രൈസസിനും പ്രൈവറ്റ് ഓൺഡ് ആയിട്ടുള്ള എൻറ്റിറ്റീസിനും എന്ത് മാജിക്കൽ ശക്തിയുണ്ട് എന്നതാണ്. അവർക്ക് എന്തോ ഒരു മാജിക്കൽ ശക്തിയുണ്ട്, എന്തോ ഒരു പവറുണ്ട്, എന്തോ ഒരു നിഗൂഢമായ ഒരു കഴിവ് അവർക്ക് കിട്ടുന്നുണ്ട്. എന്താണ് ആ നിഗൂഢമായ കഴിവ് എന്നത് കൃത്യമായിട്ട് വിശദീകരിക്കേണ്ട ഒരു ബാധ്യത അങ്ങനെയുള്ള ആർഗ്യുമെൻ്റ് പറയുന്നവർക്കുണ്ട്. ചുമ്മാ തള്ളിയിട്ട് കാര്യമില്ല, അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ എന്നോട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ഇൻട്രസ്റ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള എൻ്റർപ്രൈസിന് കൂടുതൽ നല്ല രീതിയിൽ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റും. കാരണം അവരെ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ലിമിറ്റ് ചെയ്യുന്നില്ല. ലാഭം ഉണ്ടെങ്കിലേ നമ്മളിത് ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഒരു സംഭവം അവരെ ലിമിറ്റ് ചെയ്യുന്നില്ല. അത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള റിയൽ ആയിട്ടുള്ള ഇന്നോവേഷൻസ് ചെയ്യാൻ പറ്റുന്നത് സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ്. ആ സ്റ്റേറ്റ് പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ആ സ്റ്റേറ്റിന് ജനങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളിലെ പല സ്റ്റേറ്റുകൾക്കും ആഗ്രഹമില്ല. അവരുടെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിസർച്ച് ചെയ്തിട്ട് മുതലാളിമാർക്ക് ലാഭം ഉണ്ടാക്കുന്ന ഒരു രീതിയിലാക്കിയിട്ട് മുതലാളിമാർക്ക് കൊടുക്കാമെന്നാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നടക്കത്തില്ല. പക്ഷേ വർക്കിംഗ് ക്ലാസ് ആളുകളുടെ ഇൻട്രസ്റ്റിന് വേണ്ടി ഏതെങ്കിലും സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡെമോൺസ്ട്രേറ്റബിൾ ഫാക്റ്റ് അല്ല, ഇതൊരു ഐഡിയോളജിക്കൽ അസംഷൻ മാത്രമാണ്. ഇത് പ്രൈവറ്റ് പ്രോഫിറ്റിലൂടെ മാത്രമേ സാധ്യതയുള്ളൂ എന്നതൊരു അസംഷൻ മാത്രമാണ്. യാതൊരു രീതിയിലുള്ള ജസ്റ്റിഫിക്കേഷനോ അല്ലെങ്കിൽ ന്യായീകരണമോ തെളിവുകളോ ഒന്നും ഒരു രീതിയിലും തെളിയിക്കപ്പെടാത്തൊരു പോയിന്റ് മാത്രമാണ്. ഇന്നും പല രാജ്യങ്ങളിൽ നമ്മൾ ഈ ഇന്ത്യയും US പോലും എടുത്താൽ പോലും ഇന്നും പല പ്രോഡക്ട്സ് അവർ ഫുള്ളി ഫങ്ഷണൽ പ്രോഡക്ട്സ് ആയിട്ട് അവർ ഉണ്ടാക്കുന്നുണ്ട്. അത് പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് മാത്രം കൊണ്ടൊന്നും നിർത്തുകയല്ല ചെയ്യുന്നത്, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ചരിത്രത്തിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിതിനെ ഒരു സെപ്പറേറ്റ് പ്രൊഡക്ഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇത് റിസർച്ച് ചെയ്യുന്ന എൻറ്റിറ്റിയും പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻറ്റിറ്റിയും സെപ്പറേറ്റ് സ്ട്രക്ചറിൽ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ പോലും ആ സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റിക്ക് ഒരു പ്രൈവറ്റ് ഓണർഷിപ്പോ അല്ലെങ്കിൽ പ്രൈവറ്റ് ക്യാപിറ്റലിൻ്റെ ഒരു ബാക്കിങ് വേണം എന്നതിന് യാതൊരു ന്യായീകരണമില്ല. അപ്പോൾ നമുക്ക് ക്യാപിറ്റലിസവും അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സോഷ്യലിസവും തമ്മിലൊന്ന് കമ്പയർ നോക്കാം. ഇന്നോവേഷനിൽ സുപ്പീരിയർ ആരാണ് നമുക്ക് നോക്കണമെങ്കിൽ നമുക്ക് ഡേറ്റ് എടുത്ത് നോക്കാമല്ലോ. നമ്മൾ രണ്ട് സിസ്റ്റം കമ്പയർ ചെയ്യുവാണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമ്മൾ രണ്ട് സിസ്റ്റത്തിൻ്റെയും ബെസ്റ്റ് കേസ് എക്സാമ്പിൾസ് എടുത്താണ് കമ്പയർ ചെയ്യേണ്ടത്, അല്ലേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ ബെസ്റ്റ് കേസും മറ്റേ സിസ്റ്റത്തിൻ്റെ വേസ്റ്റ് കേസും എടുത്ത് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഗുണമൊന്നുമില്ല. അതേമാതിരി തന്നെ രണ്ട് സിസ്റ്റത്തിൻ്റെയും വേസ്റ്റ് കേസുകൾ എടുത്തിട്ട് കമ്പയർ ചെയ്തിട്ടും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അതിൽ നിന്ന് കിട്ടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ സോഷ്യലിസമോ ക്യാപിറ്റലിസമോ ഒക്കെ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യേണ്ടത് രണ്ടിൻ്റെയും ബെസ്റ്റ് കേസുകളാണ്. അതുമാത്രമല്ല,
നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സിമിലർ ആയിട്ടുള്ള രാജ്യങ്ങൾ വെച്ച് വേണം കമ്പയർ ചെയ്യാൻ. അതായത് സിമിലർ ഹിസ്റ്റോറിക്കൽ കണ്ടീഷൻസ്, സിമിലർ ചരിത്രമൊക്കെ ഉള്ള രാജ്യങ്ങളെടുത്ത് കമ്പയർ ചെയ്തിട്ട് അതിലൊന്ന് സോഷ്യലിസവും ഒന്ന് ക്യാപിറ്റലിസവും എന്നുള്ള നയങ്ങൾ എടുത്തതിന് ശേഷം ആ രാജ്യങ്ങൾ എവിടേക്ക് എത്തി എന്ന് വേണം എടുത്ത് കമ്പയർ ചെയ്യാൻ. അല്ലെങ്കിൽ ഒരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പീരിയലിസവും കോളനൈസേഷനും ഒന്നും നേരിടാത്തൊരു രാജ്യവും അവർക്ക് ഹിസ്റ്റോറിക്കലി തന്നെ ഭയങ്കര റിസോഴ്സസ് ഒക്കെ ആദ്യമേ കിട്ടിയിരുന്നു. അപ്പോൾ അവർക്ക് എപ്പോഴും റേസിൽ ഒരു മുൻതൂക്കം കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉള്ള രാജ്യങ്ങളെടുത്ത് കമ്പയർ ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും ബെസ്റ്റ് കേസുകൾ എടുക്കുക, സിമിലർ ആയിട്ടുള്ള രാജ്യങ്ങളെടുത്ത് കമ്പയർ ചെയ്യുക. ഇവിടെ ഒരു പ്രായോഗികപരമായിട്ടുള്ള ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും ടോട്ടലി ഈക്വലായിട്ട് കിട്ടുന്ന രാജ്യങ്ങൾ നമുക്ക് കിട്ടുകയില്ല, അല്ലേ? ഈക്വൽ ചരിത്രം, ഈക്വൽ എക്സ്പ്ലോയിറ്റേഷൻ, ഈക്വൽ എല്ലാം, പിന്നെ അതിൽ ഒരു രാജ്യം ക്യാപിറ്റലിസം ഒരു രാജ്യം സോഷ്യലിസത്തിലേക്കും പോകുന്ന അങ്ങനെയുള്ള 1-to-1 മാച്ചുള്ള രാജ്യങ്ങളൊന്നും നമുക്ക് പ്രാക്ടിക്കലി കിട്ടത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ ഈ ഒരു കണ്ടീഷൻസ് വളരെ പ്രാക്ടിക്കൽ രീതിയിലൂടെ നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രണ്ട് രാജ്യങ്ങളെന്ന് പറയുന്നത് ചൈനയും ഇന്ത്യയാണ്. രണ്ടിനും ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഇമ്പീരിയലിസവും കൊളോണൈസേഷനും അവർ നേരിട്ടിട്ടുണ്ട്. രണ്ടും 80-70 കാലഘട്ടത്തിൽ ദരിദ്ര രാജ്യങ്ങളായിരുന്നു. ഈ വികസിത രാജ്യങ്ങളൊക്കെ എഴുതിത്തള്ളിയ രാജ്യങ്ങളാണ്. ഇവരൊന്നും ഒരിക്കലും ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞുള്ള രീതിയിൽ എഴുതിത്തള്ളിയ രാജ്യങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളെ എടുത്ത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇതാണ് കണ്ടീഷൻസ് വെച്ച് നോക്കുമ്പോൾ പെർഫെക്റ്റ്ലി കമ്പയർ ചെയ്യാൻ പറ്റുന്ന രണ്ട് രാജ്യങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ നോക്കുമ്പോൾ ഇവിടെ കമ്പാരിസണേ ഇല്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്നോവേഷൻ്റെ കാര്യത്തിൽ ചൈന ഇന്ത്യയെ ബീറ്റ് ചെയ്തിട്ട് കുറേ കാലങ്ങളായി. എല്ലാ മേഖല എടുത്ത് നോക്കിയാലും ചൈന എവിടെ കിടക്കുന്നു, ഇന്ത്യ എവിടെ കിടക്കുന്നു. ഇന്ത്യയിൽ 90 കാലഘട്ടം തൊട്ട് നിയോ ലിബറലിസം ഉണ്ട്, ഗ്ലോബലൈസേഷൻ നടന്നിട്ടുണ്ട്, ഒരുപാട് പ്രൈവറ്റ് ക്യാപിറ്റൽ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഇന്നോവേഷൻ ഇവിടെ നടന്നു? ഒന്നും നടന്നില്ല. ഇവിടെ ഒരു തേങ്ങയും ഇന്നോവേറ്റ് ചെയ്യുന്നില്ലെന്ന് ഇന്ത്യക്കാർക്ക് പോലും അറിയാവുന്നൊരു സംഭവമാണ്. ചൈനയായിട്ട് കമ്പാരിസൺ ഇല്ല. അപ്പം ഈ കമ്പാരിസൺ മെത്തേഡ്സ് എടുക്കുമ്പോൾ തന്നെ ക്യാപിറ്റലിസം വിൽ ലൂസ് നമുക്കറിയാം. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ വീഡിയോ നിർത്തി നമുക്ക് വേണമെങ്കിൽ പോകാം. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ ഈ കമ്പാരിസൻ്റെ ക്രൈറ്റീരിയാസ് തന്നെ റിലാക്സ് ചെയ്തിട്ട് പോലും നമ്മൾ കമ്പയർ ചെയ്യാൻ റെഡിയാണ്. നമുക്ക് ഈ ഹിസ്റ്റോറിക്കൽ കണ്ടീഷൻസ് ഒക്കെ സെയിം ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ പാടെ നിർത്തിയിട്ട് ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയെ തന്നെ നിലനിർത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന അമേരിക്ക തന്നെ എടുക്കാം, ചൈനയുമായിട്ട് കമ്പയർ ചെയ്യാൻ. എവിടെയാണ് അമേരിക്ക നിൽക്കുന്നത്, എവിടെയാണ് ചൈന നിൽക്കുന്നത്? ഈ ഓൺലൈനിൽ ക്യാപിറ്റലിസത്തെ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ആളുകളുടെ തലയ്ക്ക് കിട്ടുന്ന ഒരു അടിയാണ് ഈ ചൈനയും USA എടുത്ത് നമ്മൾ കമ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓസ്ട്രേലിയൻ സ്ട്രാറ്റജിക് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. സംഘടന റീസെൻ്റ്ലി ഒരു പഠനം നടത്തിയിരുന്നു. അപ്പോൾ ലോകത്തുള്ള 64 ക്രിട്ടിക്കൽ ടെക്നോളജി എടുക്കുമ്പോൾ 64 ടെക്നോളജി എന്ന് പറയുന്നത് 8 മെയിൻ ഡൊമൈനുകളായിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സെമി കണ്ടക്ടേഴ്സ്, മെറ്റീരിയൽസ് ആൻഡ് എനർജി, അങ്ങനെ ഒരു 8 ഡൊമൈനുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ 8 ഡൊമൈനുകളായിട്ട് തിരിച്ചിട്ടുള്ള 64 ക്രിട്ടിക്കൽ ടെക്നോളജിയിൽ 57 എണ്ണത്തിലും ചൈനയാണ് ലീഡ് ചെയ്യുന്നതെന്നാണ് ഇവർ കണ്ടെത്തിയത്. നമ്മൾ മനസ്സിലാക്കണം, ഈ കമ്പാരിസൺ നമ്മൾ ചൈന ഇന്ത്യ മാത്രമായിട്ടല്ല, ചൈനയും അമേരിക്കയായിട്ട് ചെയ്താൽ പോലും ക്യാപിറ്റലിസത്തിന് സോഷ്യലിസത്തെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 8 ഡൊമൈനിലുള്ള ടോപ്പ് 10% ഹൈ ക്വാളിറ്റി സയൻറ്റിഫിക് പബ്ലിക്കേഷൻസ് നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ചൈനയാണ് അമേരിക്കയെ കാട്ടിലെന്നത്. എന്തുകൊണ്ട് ഈ ക്യാപിറ്റലിസ്റ്റ് രാജ്യമായ അമേരിക്കയ്ക്ക് അത് പറ്റുന്നില്ല? അല്ലെങ്കിൽ അമേരിക്ക വേറെ ഒരു രാജ്യത്തിനും പറ്റുന്നില്ലല്ലോ. ചൈനയെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ വേറൊരു രാജ്യത്തിനും പറ്റുന്നില്ല, വേറൊരു ക്യാപിറ്റലിസ്റ്റ് രാജ്യത്തിനും പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഈ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് ITIF, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി വേറൊരു റിപ്പോർട്ട് സെപ്റ്റംബർ 2025 പറഞ്ഞിരുന്നു. അതിനകത്ത് അവർ കൃത്യമായിട്ട് പറയുന്നത് ചൈനയ്ക്ക് ഇത് ചെയ്യാൻ പറ്റിയത് ചൈനയുടെ റിഗറസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ബാക്ക്ഡ് പോളിസികളാണ് എന്നാണ്. ഞാൻ അത് വായിക്കാം. The state-backed scientific advancement across advanced sectors driven by bold industrial policy, general government subsidies and ecosystem integration has resulted in large surge of global patents, indicating it has transitioned to become a global innovation leader. ഇതെന്തുകൊണ്ട് റെലവൻ്റ് ആവുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ക്യാപിറ്റലിസ്റ്റുകളോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ നിയമങ്ങൾക്ക് വിടുകയും അല്ലെങ്കിൽ ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ നിയമങ്ങൾക്ക് അങ്ങ് സ്വതന്ത്രമായിട്ട് വിട്ടുമ്പോൾ ഈ മാർക്കറ്റിൻ്റെ അദൃശ്യകരങ്ങൾ വന്ന് ഈ ഇൻവിസിബിൾ ഹാൻഡ് വന്ന് പ്രോബ്ലങ്ങൾ പരിഹരിക്കുമെന്നും അങ്ങനെ തന്നെത്താനെ ഇന്നോവേഷനൊക്കെ ഉണ്ടാകുമെന്നാണ്. പക്ഷേ
അങ്ങനെയല്ല, ഈ ഇൻവിസിബിൾ ഹാൻഡോ അല്ലെങ്കിൽ ഈ അദൃശ്യകരമല്ല, മാർക്കറ്റിൻ്റെ അദൃശ്യകരമല്ല ഇത് പരിഹരിച്ചത്. മറിച്ച് രാജ്യം സെൻട്രലി പ്ലാൻ ചെയ്ത് ഇൻ്റർവീൻ ചെയ്ത് ആണ് ഇത് നടത്തിയത്. അല്ലെങ്കിൽ കുറച്ചും കൂടെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റിൻ്റെ അദൃശ്യകരങ്ങളല്ല ഇത് പരിഹരിച്ചത് അല്ലെങ്കിൽ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. മറിച്ച് ഒരു രാജ്യത്തിൻ്റെ വിസിബിൾ ഹാൻഡാണ് ചൈനയെ ഒരു ഗ്ലോബൽ ഇന്നോവേറ്റർ ആക്കിയത് എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. തെളിവുകൾ കാണിക്കുന്നത് ഇൻവിസിബിൾ ഹാൻഡ് അല്ല വർക്കാവുന്നത്, ഒരു രാജ്യത്തിൻ്റെ വിസിബിൾ ഹാൻഡാണ്. ഇത് മാത്രമല്ല ഈ റിപ്പോർട്ട് പറഞ്ഞത്. ഈ റിപ്പോർട്ടിനകത്ത് അവർ പറയുന്നത് ഈ US-ൻ്റെ പോളിസി മേക്കേഴ്സ് ചൈന ചെയ്ത മാതിരി തന്നെ സ്റ്റേറ്റ് ലെഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് നടത്തിയാൽ മാത്രമേ നമുക്ക് ഇന്നോവേഷൻസ് USA-ൽ കൂട്ടാൻ പറ്റുകയുള്ളൂ എന്നാണ്. ഈ പൊതുമുതൽ അവരിതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നത് ശാസ്ത്രജ്ഞർക്ക് റിസർച്ച് ചെയ്യാനുള്ള ഫണ്ടിങ്, ഫെഡറൽ ഫണ്ടിങ് കട്ട് ചെയ്യുന്നതിന് പകരം, ഇപ്പം അമേരിക്കയിലൊക്കെ ചെയ്യുന്നതാണല്ലോ, ഈ പൊതുകാര്യ സംഭവങ്ങൾക്കെല്ലാം ഫണ്ട് കട്ട് ചെയ്യുകയാണ്, എന്നിട്ടെല്ലാം പ്രൈവറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യുന്നതിന് പകരം ഈ ശാസ്ത്രജ്ഞർക്കും അല്ലെങ്കിൽ റിസർച്ച് ടീമിനും കൊടുക്കുന്ന ഫെഡറൽ ബജറ്റ് കട്ട് ചെയ്യുന്നതിന് പകരം അത് എക്സ്പാൻഡ് ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് ഇവർ സജസ്റ്റ് ചെയ്യുന്നത്. US പോളിസി മേക്കേഴ്സ് അതാണ് ചെയ്യേണ്ടത് എന്നാണ് ഇവർ കൺക്ലൂഡ് ചെയ്യുന്നത്. സ്റ്റേറ്റിൻ്റെ ഇടപെടലോടുകൂടി തന്നെ ഇൻഡസ്ട്രിയൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാക്കണമെന്നും അങ്ങനെ ആ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വഴി ഇവിടുത്തുള്ള അമേരിക്കയിലുള്ള പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്സ് കൂട്ടേണ്ടതുണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഈ ഇൻവിസിബിൾ ഹാൻഡ് ആണെങ്കിൽ തന്നെത്താനെ അങ്ങ് നടക്കേണ്ട കാര്യമില്ല, തന്നെ നടക്കുന്നില്ല, തന്നെ നടക്കത്തില്ല. അതാണ് പോയിന്റ്. ഈ ക്യാപിറ്റലിസ്റ്റ് തന്നെ നടക്കത്തില്ല. കാരണം പ്രോഫിറ്റ് മോട്ടീവുള്ള ആളുകൾ ഇവഞ്ച്വലി ഇന്നോവേഷനെ വളരെ കുറവ് വിലയെ കൊടുക്കത്തുള്ളൂ. കാരണം ഇന്നോവേഷൻ അല്ല അവരുടെ എയിം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നതാണ്. ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൻ്റെ പ്രധാന എയിം എന്ന് പറഞ്ഞാൽ ഇന്നോവേറ്റ് ചെയ്യുക എന്നതല്ല. ഇന്നോവേഷൻ നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള സംഭവം ലാഭം ഉണ്ടാക്കുക എന്നതാണ്. അങ്ങനെയല്ല സോഷ്യലിസ്റ്റിൽ ഫണ്ടമെൻ്റൽ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇന്നോവേഷൻ ഉണ്ടാവുക, ഈ സമൂഹം മുമ്പോട്ട് പോവുക എന്നത് തന്നെ ഫണ്ടമെൻ്റൽ ഗോൾ ആയതുകൊണ്ട് തന്നെ അവർ ലാഭത്തിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഇത്തരം കാര്യങ്ങളിലായിരിക്കും. ഒരു കാര്യം ക്ലിയർ ആണ്, ഇന്നോവേഷനിൽ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായ ചൈന ബീറ്റ് ചെയ്തിട്ടുണ്ട്. ചൈന എന്താ പറയുന്നത്, സോഷ്യലിസ്റ്റ് അല്ല ക്യാപിറ്റലിസ്റ്റ് ആണ് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. അവിടെ ഈ പ്രൈവറ്റ് ക്യാപിറ്റലുള്ള ആളുകൾക്ക് പൊളിറ്റിക്കൽ പവറിനെ ഓവർത്രോ ചെയ്യാനുള്ളൊരു പവർ ഒരിക്കലും കിട്ടില്ല. അങ്ങനെയാണ് ചൈന ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്റ്റേറ്റിൻ്റെ മുകളിൽ ഈ പ്രൈവറ്റ് ക്യാപിറ്റലോ പ്രോഫിറ്റ് ഇൻട്രസ്റ്റിനോ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പ്ലാൻഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് നടത്തി ഈ സെക്ടേഴ്സിൽ പ്രൊഡക്ഷനിലും ഇന്നോവേഷനിലും ഒക്കെ എന്താ പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും അവർക്ക് കൃത്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ഇതെന്തോ ചൈനയുടെ എന്തോ ഒരു ലക്കിൽ സംഭവിക്കുന്നതാണ് എന്നും കരുതുക. ഹിസ്റ്റോറിക്കലി നിങ്ങൾ നോക്കിയാൽ ഇത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ചരിത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കലി US-ഉം USSR നോക്കിയാലും ചരിത്രപരമായിട്ട് ഒരു സക്സസ്ഫുൾ കേസ് ഓഫ് സോഷ്യലിസം ഉണ്ടായിരുന്നത് USSR ആണ്. USSR നിലനിൽക്കുന്ന സമയത്ത് അതൊരു സക്സസ്ഫുൾ കേസ് ഓഫ് സോഷ്യലിസം ആയിരുന്നു. ആ ടൈമിൽ US-നെ എല്ലാ കാര്യത്തിലും അത് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് ഏറ്റവും കൂടുതൽ ശാസ്ത്രജ്ഞരും ഇൻവെൻറ്റേഴ്സും ഒക്കെ ഹയർ ചെയ്യുകയും ജോലി ചെയ്യുകയും നല്ല രീതിയിലുള്ള പേർക്സും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന രാജ്യം USSR ആയിരുന്നു. ആ ടൈമിലൊക്കെ ഏതാണ്ട് 30-40% സ്ത്രീകൾ പോലും ഈ ശാസ്ത്രജ്ഞരായിട്ടുണ്ടായിരുന്ന ഒരു ടൈമുണ്ട്. നമ്മുടെ ആ ടൈമിൽ US-ൽ 10-15% ഈ സ്ത്രീകൾ ശാസ്ത്രജ്ഞരായിട്ട് വന്നിട്ടുള്ളത്. ഈവൻ ഇപ്പോൾ പോലും 2001 എടുക്കുമ്പോൾ പോലും ഏതാണ്ട് 28% എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാർജിനലി കൂടിയത് ഈ കഴിഞ്ഞ വർഷം കണ്ടാണ്. ഇതൊക്കെ അന്ന് USSR-ൽ അന്ന് സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ഉണ്ടായിരുന്നപ്പോൾ പോലും US-നേക്കാട്ടിലും കൂടുതൽ സ്ത്രീകൾ ശാസ്ത്രത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ശാസ്ത്രജ്ഞരായിട്ട്. USSR-ൻ്റെ കാര്യത്തിൽ USSR ആണ് ആദ്യത്തെ ഒരു ഫങ്ഷനിങ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നോക്കിയ സെൽഫോൺ ഉണ്ടാക്കുന്നതിലും മുമ്പ് തന്നെ ഒരു ആൾട്ടൈ മൊബൈൽ ടെലിഫോൺ സിസ്റ്റം USSR ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സ്പേസ് റേസിൻ്റെ കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ മനുഷ്യനെ മൂണിലെത്തിച്ചു എന്ന ഒരു ഇവൻ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി സ്പേസ് റേസിൻ്റെ മെജോറിറ്റി ഓഫ് ടൈം ലീഡ് ചെയ്തത് USSR തന്നെയാണ്. അത് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് തൊട്ട് ഫസ്റ്റ് മാൻ ഇൻ സ്പേസ്, ഫസ്റ്റ് ലാൻഡിങ് ഇൻ മാർസ്, ഫസ്റ്റ് ലാൻഡിങ് ഇൻ വീനസ്, അങ്ങനെയുള്ള എല്ലാ മേഖലകൾ നോക്കിയാലും ഈ സ്പേസ് റേസിൻ്റെ എല്ലാ മേഖലകൾ നോക്കിയാലും ഈ മാൻ മൂണിലിറങ്ങി എന്ന ഒരു ഇവൻ്റിനെ മാറ്റി നിർത്തിയ ബാക്കി എല്ലാത്തിലും US-നെ ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു USSR. മൃഗങ്ങളിൽ ആദ്യമായിട്ട് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ, അത് തവളകളിൽ നിന്നും തുടങ്ങി അത് നായകളിൽ വരെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ്റെ വർക്ക് ഭയങ്കരമായിട്ട് നടത്തിയതൊക്കെ USSR ആണ്. അപ്പം ഇതിന് കുറേ ഉണ്ട്, അത് പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, പറഞ്ഞു പോകുന്നില്ല. പക്ഷേ USSR നിലനിന്ന സമയത്ത് USSR ബീറ്റ് USA, അന്നത്തെ USA-നെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അത് വെറുതെ ഒന്നും മാജിക്കോ ലക്കിലോ സംഭവിക്കുന്നതല്ല.
അതുകൊണ്ട് തന്നെയാണ് ഈ ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങൾ ഈ സോഷ്യലിസ്റ്റ് രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പോളിസിയിലേക്ക് പോകുമ്പോൾ ഉപരോധങ്ങളും സാങ്ഷൻസും ബ്ലോക്കേഡും ഒക്കെ ചെയ്ത് ആ രാജ്യങ്ങളെ ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് കാരണം അത് തന്നെയാണ്. കാരണം അത് സക്സസ്ഫുൾ ആകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ നിലനിൽപ്പ് ഇല്ലാതാവും. സോ ബേസിക്കലി ക്യാപിറ്റലിസ്റ്റ് പ്രോഫിറ്റ് സീക്കിംഗ് മോട്ടീവ്സോ അല്ലെങ്കിൽ പ്രോഫിറ്റ് സീക്കിംഗ് എൻ്റർപ്രൈസുകളാണ് ഇന്നോവേഷൻ ഉണ്ടാക്കുന്നത് എന്നത് മിത്താണ്. അത് തിയററ്റിക്കലി തന്നെ ക്യാപിറ്റലിസവുമായിട്ട് യോജിച്ച് പോകുന്ന കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ കറണ്ട് ഡേറ്റയിൽ ഏറ്റവും ബെസ്റ്റ് കേസ് ഓഫ് സോഷ്യലിസം എടുത്ത് നോക്കിയാലും ഇറ്റ് ഈസ് ബീറ്റിംഗ് ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ്. ഇറ്റ് ഈസ് ബീറ്റിംഗ് എ കൊളോണിയൽ കൺട്രി വിച്ച് ട്രൈഡ് ക്യാപിറ്റലിസം ലൈക്ക് ഇന്ത്യ. ഇറ്റ് ഈസ് ഓൾസോ ബീറ്റിംഗ് എ ക്യാപിറ്റലിസ്റ്റ് കൺട്രി ലൈക്ക് USA ഓർ ഈവൻ മോസ്റ്റ് ഓഫ് ദി ക്യാപിറ്റലിസ്റ്റ് കൺട്രി. നിങ്ങൾ ഈ ഇന്നോവേഷൻസിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഏത് ക്യാപിറ്റലിസ്റ്റ് കൺട്രി എടുത്താലും അതിനൊക്കെ ചൈന ബീറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഹിസ്റ്റോറിക്കലി തന്നെ ഡേറ്റ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ക്യാപിറ്റലിസത്തെ ഈ സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള പ്രോഫിറ്റിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന സംഭവങ്ങൾ ബീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടു. മാത്രമല്ല ഈ ക്യാപിറ്റലിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇന്നോവേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും റിസ്കിയസ്റ്റും ഏറ്റവും ഹാർഡസ്റ്റും ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് മാറി നിൽക്കുന്നവരാണ്. ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഭാഗം ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് പലപ്പോഴും ക്യാപിറ്റലിസ്റ്റുകൾ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഏറ്റവും കൂടുതൽ റിസ്കിയർ ആയിട്ടുള്ള സംഭവങ്ങൾ നടത്തുന്നത് പബ്ലിക് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണ്. കാരണം അത് പ്രോഫിറ്റ് മോട്ടീവിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് അവിടെ അത് സാധ്യമാകുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റലിസം അല്ല ഇന്നോവേഷനെ ഡ്രൈവ് ചെയ്യുന്നത്. ക്യാപിറ്റലിസം അല്ല അതിനെ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നതോ നിലനിർത്തുന്നതോ ഒന്നും തന്നെ ക്യാപിറ്റലിസം അല്ല. ബേസിക്കലി ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ ഒരു പാരസൈറ്റിനെ പോലെയാണ്. അവർ ഫണ്ട് ചെയ്യാത്ത, അവർ സപ്പോർട്ട് ചെയ്യാത്ത സാമൂഹിക സാമ്പത്തിക പരിശ്രമങ്ങളുടെ ഗുണങ്ങൾ ഒരു പാരസൈറ്റിനെ പോലെ ഊറ്റി കുടിക്കാൻ നിൽക്കുന്ന ഒരു എൻറ്റിറ്റി മാത്രമാണ് ഈ ക്യാപിറ്റലിസ്റ്റ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. അതായിരുന്നു നമ്മൾ ഇന്ന് അഡ്രസ്സ് ചെയ്ത വീഡിയോ. നന്ദി, നമസ്കാരം.